ഹൈക്കമാൻഡാണ് തീരുമാനിക്കേണ്ടത്. ഈ ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വേറെ ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പോൾ ഈ കോൺഗ്രസിനേക്കാളൊക്കെ വലിയ അച്ചടക്കവും ചിട്ടയുള്ള പാർട്ടിയാണല്ലോ CPM. അവർ 2006 പോളിറ്റ് ബ്യൂറോ തീരുമാനിച്ചു, എന്ത്, VS അച്യുതാനന്ദന് മത്സരിക്കാൻ ടിക്കറ്റ് കൊടുക്കണ്ട. പാർട്ടിക്കകത്തും പുറത്തും ഉയർന്ന ജനരോഷം സഹിക്കാൻ വയ്യാതെയാണ് അദ്ദേഹത്തിന് ടിക്കറ്റ് കൊടുത്തത്. അദ്ദേഹം മത്സരിച്ചു, ജയിച്ചു, മുഖ്യമന്ത്രിയായി. 5 കൊല്ലം കഴിഞ്ഞ് 2011 വീണ്ടും അദ്ദേഹത്തിന് ടിക്കറ്റ് ലഭിച്ചു. അപ്പോഴും ജനവികാരം ഉയർന്നു. അപ്പോൾ ടിക്കറ്റ് കൊടുത്തു, അദ്ദേഹം ജയിച്ചു. പക്ഷെ അവിടെ പാർട്ടി, പ്രത്യേകിച്ച് പിണറായി വിജയൻ, അദ്ദേഹത്തെ കാസ്ട്രോ ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് മേലോട്ട് തട്ടിയിട്ട് അദ്ദേഹം മുഖ്യമന്ത്രിയായി 2011. അപ്പോൾ പാർട്ടിയുടെ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ പോരാ, ജനവികാരം, അതാണ് ഇപ്പോഴത്തെ ഒരു പ്രശ്നം. അതാണ് ഇപ്പോഴത്തെ ജനവികാരം. എൻ്റെ നിരീക്ഷണത്തിൽ സതീശൻ്റെ കൂടെയാണ്. പിന്നെ ഈ 63 മെമ്പർമാർ മാത്രമല്ലല്ലോ, വേറെയും 40 MLA വേറെ ഉണ്ടല്ലോ. മുന്നണി സംവിധാനത്തിൽ അങ്ങനെയാണല്ലോ. ഇപ്പോൾ 22 മെമ്പർമാർ മുസ്ലിം ലീഗിനുണ്ട്. അവരുടെ അഭിപ്രായം കേൾക്കണ്ടേ? ആ MLA അഭിപ്രായം കേൾക്കണ്ടേ? അതുപോലെ മാധ്യമങ്ങളുടെ അവർ പ്രകാശിപ്പിക്കുന്ന ജനവികാരം ഒക്കെ വളരെ പ്രധാനമാണ്. ജനവികാരം വളരെ പ്രധാനമാണ്. അത് ഞാൻ പറയുന്നത്, CPM പോലെ ഒരു പാർട്ടിക്ക് പോലും അത് അവഗണിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ കോൺഗ്രസിനും അത് അവഗണിക്കാൻ കഴിയില്ല. തൽക്കാലം നമ്മുടെ മുഖ്യമന്ത്രിയായിട്ട് VD സതീശൻ വന്നാലേ ഈ വിജയത്തിനൊരു ശോഭ കിട്ടുകയുള്ളൂ. ജനങ്ങളുടെ മനസ്സ് മടുപ്പിക്കുന്ന മട്ടിൽ ഇവർക്ക് വോട്ട് ചെയ്തു പോയല്ലോ എന്ന് ഞാൻ ആവർത്തിക്കാണ്. പാർട്ടി അണികളോ അനുഭാവികളോ അല്ല, അവർ മാത്രമല്ല വോട്ട് ചെയ്തത്. അതിലെല്ലാ പാർട്ടിക്കാരുണ്ട്, എല്ലാ മതക്കാരുണ്ട്, എല്ലാ ജാതിക്കാരുണ്ട്. വളരെ മതേതരമായ ഒരു തിരഞ്ഞെടുപ്പാണ്, ഒരു വോട്ടെടുപ്പാണ് ഉണ്ടായത്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ VD സതീശനെതിരാണ് ആര്? വെള്ളാപ്പള്ളി നടേശൻ. അത് VD സതീശൻ്റെ ഒരു യോഗ്യതയായിട്ടാണ് ഞാൻ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ യോഗ്യത എന്താണ്? സുകുമാരൻ നായർക്കും അദ്ദേഹത്തെ കണ്ടുകൂടാ, വെള്ളാപ്പള്ളി നടേശൻ കണ്ടുകൂടാ എന്ന് പറഞ്ഞാൽ SNDP നേതാവിനും NS നേതാവിനും. കാരണം അവരുടെ തിണ്ണനിറങ്ങാൻ സതീശൻ പോയിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അതുകൊണ്ട് തൽക്കാലം രമേശ് ചെന്നിത്തല അനർഹനാണെന്ന് ഞാൻ പറയുന്നില്ല. KC വേണുഗോപാൽ ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ താല്പര്യമെങ്കിൽ അദ്ദേഹം നേരത്തെ തന്നെ MP ആയിട്ട് മത്സരിച്ച് ജയിക്കാനൊന്നും നിൽക്കാതെ ഇവിടെ പണിയെടുക്കണമായിരുന്നു. അദ്ദേഹം ഒരു പണിയും ചെയ്തിട്ടില്ല എന്നും പറയാൻ എനിക്ക് അറിഞ്ഞൂടാ. കാരണം ഇവിടുത്തെ സ്ഥാനാർത്ഥികളുടെ സാമ്പത്തികമായ സൗകര്യം ഉണ്ടാക്കി അദ്ദേഹമാണെന്ന് പലരും പറഞ്ഞു ഞാൻ കേട്ടു. എനിക്ക് അറിഞ്ഞൂടാ അതിൻ്റെ കാര്യങ്ങളൊന്നും. പക്ഷേ ഇപ്പോൾ ജനങ്ങളെ പരിഹസിക്കുന്ന മട്ടിൽ, ജനങ്ങൾ കൊടുത്ത ഈ ജനസമ്മതിയെ നിന്ദിക്കുന്ന മട്ടിൽ കോൺഗ്രസ് ചർച്ച ചെയ്യുകയോ കാര്യങ്ങൾ തീരുമാനിക്കുകയോ ചെയ്യാൻ പാടില്ല എന്ന് ഒരു ജനാധിപത്യ വിശ്വാസി, ഒരു മതേതര വിശ്വാസി എന്നുള്ള നിലയ്ക്കുള്ള എൻ്റെ അഭിപ്രായം ഞാൻ പറയുന്നു.